നീണ്ടുനിന്ന ഒരു വെടിനിർത്തൽ തൊട്ടു പിന്നാലെ ഒരു വെടിയൊച്ച മുഴങ്ങിയിരിക്കുന്നു ഇറാനിൽ എന്ന് പറയേണ്ടി വരും. ഇറാന്റെ പതാക വഹിച്ച ഒരു എണ്ണക്കപ്പൽ US ഏർപ്പെടുത്തിയ ഉപരോധം മറികടക്കാൻ ശ്രമിക്കവേ അമേരിക്ക ആക്രമിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അതായത് ഈ ഉപരോധം മറികടന്ന് ഇറാൻ തുറമുഖത്തേക്ക് കടക്കാൻ ശ്രമിച്ച കപ്പൽ പ്രവർത്തനരഹിതമാക്കിയതായി യുണൈറ്റഡ് സെൻട്രൽ കമാൻഡാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഹസ്ന എന്ന് പറയുന്ന ഒരു എണ്ണ ടാങ്കറാണ് US വെടിവെച്ച് ഇട്ടത്. അതിനെ പ്രവർത്തനരഹിതമാക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. ഒമാൻ ഉൾക്കടലിൽ പ്രവർത്തിക്കുന്ന US സേനയാണ് ഈ കൃത്യം നിർവഹിച്ചിരിക്കുന്നത്. അതായത് ഇതിൽ നിന്ന് തന്നെ മറ്റൊരു മുഖം കൂടി, ഒരു യുദ്ധമുഖം കൂടി തുറക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ മിഡിൽ ഈസ്റ്റിലേക്ക് മറ്റുമൊക്കെ മിസൈലുകൾ അയച്ചുകൊണ്ട് തങ്ങൾ വീണ്ടും സജീവമാണ് എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കപ്പല് ആക്രമിച്ചിരിക്കുന്നത്. ഇറാനിലേക്ക് ഒരു കപ്പലും കടത്തിവിടില്ല എന്നാണ് അമേരിക്ക കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഉപരോധമാണ്, കടത്തിവിടാൻ കഴിയില്ല എന്ന് പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായി തന്നെ ഈ വെടിനിർത്തൽ പൊളിയുമെന്നും 48 മണിക്കൂറിൽ വലിയ യുദ്ധത്തിന് തങ്ങൾ തയ്യാറെടുക്കുകയാണെന്ന് അമേരിക്കയെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടുകൂടി തന്നെ ലോകം ഭീതിയിലാണ്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും ഇറാൻ അമേരിക്ക യുദ്ധം കൊടുമ്പിരി കൊള്ളാനുള്ള സാഹചര്യമുണ്ട്. ഇതിനിടയിൽ പല നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഒന്ന്, ചൈനയിലേക്ക് എത്തുന്ന ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യമന്ത്രി ചൈനയിലെത്തിയിരുന്നു. ഇങ്ങനെയൊക്കെ നടക്കുന്ന സംഭവവികാസങ്ങളും ഇതിനിടയിൽ തന്നെയുണ്ട്. ഏതായാലും ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടു, അമേരിക്ക അത് ലംഘിച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. അത് ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഇന്ത്യ മലയാളം.